ആദ്യത്തെ എൻ്റെ പുഡിങ് വൈറ്റ് കളറിലുള്ള പുഡിങ്ങാണ്. സാധാരണ മിൽക്ക് പുഡിങ് ഉണ്ടാക്കിയാലും മതി. ഞാൻ അതിൽ ബ്രെഡ് ചേർത്തിട്ട് ബ്രെഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ബ്രെഡ് പുഡിങ്ങിന് അധികം ചൈന ഗ്രാസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ 2 കപ്പ് പാലാണ് എടുക്കുന്നത്. പൊതുവേ 2 കപ്പ് പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുക്കാറുള്ളത്. ഇപ്പോൾ ഇതിൽ ബ്രെഡും കൂടി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊരു 6 ഗ്രാം ചൈന ഗ്രാസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ ഒരു ചൈന ഗ്രാസ് ഞാനൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. നമുക്ക് ആദ്യം ഇത് മെൽട്ടാക്കി എടുക്കണം. പിന്നെ നമ്മൾ ഈ ബ്രെഡ് പുഡിങ്ങിന് ചൈന ഗ്രാസ് ചേർക്കുന്നത്, ചൈന ഗ്രാസ് ചേർത്ത പുഡിങ് നമുക്ക് നീറ്റിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊരു ചെസ് ബോർഡ് ആക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ചൈന ഗ്രാസ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിത് മെൽട്ടാക്കി എടുക്കണം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മെൽട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ചൈന ഗ്രാസ് ചൂടായിട്ട് ഒന്ന് മെൽട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് പാല് തിളപ്പിക്കാൻ വെക്കണം. രണ്ടും ഒരേ സമയം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റുകയാണ്. ഇതേപോലെ ചെറിയ തീയിൽ തന്നെ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയാൽ മതി. ഇടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം. അതേപോലെ ഇവിടെ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ 2 കപ്പ് പാലാണ്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാലിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷെ പഞ്ചസാരനേക്കാളും മിൽക്ക് മെയ്ഡാണ് നമ്മുടെ പുഡിങ്ങിന് ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മധുരം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിതിലേക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മിൽക്ക് മെയ്ഡ്. ഇപ്പോൾ അത്യാവശ്യം നല്ല മധുരമായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഞാൻ ടോട്ടൽ ഇപ്പോൾ 6 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കണം. പാലൊന്ന് ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏലക്കായ് പൊടി ചേർക്കുന്നത്. വേണമെങ്കിൽ വാനില എസൻസും ചേർക്കാം. രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഈ സമയത്ത് നമ്മുടെ ചൈന ഗ്രാസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പാലിലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പാലൊന്ന് ചൂടായി തിളച്ചുകൊണ്ടാണ് ചൈന ഗ്രാസ് ഈ സമയത്ത് ചേർക്കുന്നതും. ഇപ്പോൾ ചൈന ഗ്രാസിൻ്റെ ആ നാര് പോലെയൊക്കെ കാണാനുണ്ട്. അത് നമ്മുടെ പാല് നല്ലോണം ചൂടായി തിളക്കുമ്പം അത് മെൽട്ടായിക്കോളും. ചിലർ പറയാറുണ്ട് അത് കടിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്ന്. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അത് കൂടുതൽ മെൽട്ടാക്കണം എന്നില്ല, അതങ്ങനെ വെച്ചോളൂ. പക്ഷെ ഞാൻ നല്ലോണം മെൽട്ടാക്കി എടുക്കും. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. പാല് നന്നായിട്ട് തിളച്ചിട്ട് ഇപ്പോൾ ആ ചൈന ഗ്രാസ് ഒന്നും കാണാനില്ല, കംപ്ലീറ്റ് മെൽട്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത്. നിങ്ങൾ മിൽക്ക് പുഡിംഗ് ആണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. 1/2 കപ്പ് പൊടിച്ച ബ്രെഡാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ബ്രെഡ് ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറാണ് നമ്മുടെ ഈ പുഡിങ്ങിന്. പക്ഷേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കൊരു കട്ട കട്ടിയ പോലെ ഉണ്ടാവും. പുഡിങ്ങിൻ്റെ മിക്സിലേക്ക് അവസാനം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലായി കിട്ടണം. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്ക് ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മുടെ പുഡിങ് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. നമുക്കത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് പുഡിങ് ട്രേയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ പുഡിങ് ട്രേയിലാണ് ഒഴിക്കുന്നത്. ഡെസേർട്ട് ഗ്ലാസ്സിലാണെങ്കിലും അങ്ങനെയും സെറ്റ് ചെയ്യാം. ഫ്രിഡ്ജിലേക്ക് മാറ്റുമ്പോൾ ഒന്ന് കവർ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു 5 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യും. പിന്നെ ഇത് ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിൽ തന്നെയാണ്. നമ്മുടെ ആദ്യത്തെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പുഡിങ് റെഡിയാക്കി എടുക്കണം. രണ്ടാമത്തെ പുഡിങ് ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുമല്ല ഇതിൽ ഞാൻ ബ്രെഡൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പുഡിങ് ആ വൈറ്റ് പുഡിങ്ങിൻ്റെ ഇടയിൽ ഒഴിച്ചു കൊടുക്കാനായതുകൊണ്ട് നമുക്ക് 1 കപ്പ് പാല് മതി. അതുകൊണ്ട് 1 കപ്പ് പാലിന് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് ചേർക്കാത്തതുകൊണ്ട് കൂടിയാണ് ചൈന ഗ്രാസ് കുറച്ച് കൂട്ടിയത്. ഈ ചൈന ഗ്രാസ് നമുക്ക് ആദ്യത്തെ പുഡിങ് റെഡിയാക്കിയതുപോലെ തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒന്ന് ചൂടായാൽ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഇവിടെ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിൽ നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. 1 കപ്പ് പാലിന് ഇപ്പോൾ ഞാൻ 3-4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അതിൽ മാറ്റം ഉണ്ടാവും. പിന്നെ പാല് ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാലൊന്ന് ചൂടായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മെൽറ്റ് ചെയ്ത് പിന്നെ ചൈന ഗ്രാസ് നമ്മുടെ ആദ്യത്തെ പുഡിങ് ചെയ്തതുപോലെ തന്നെ ഇതിൽ കംപ്ലീറ്റ് മെൽട്ടാക്കി എടുക്കണം.
ഇപ്പം ഇത് ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ചൈന ഗ്രാസ് നന്നായി മെൽട്ടായി, പാല് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുക്കിംഗ് ചോക്ലേറ്റ് അല്ല, ഡയറി മിൽക്കിൻ്റെ ബാറാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ കുക്കിംഗ് ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ അതിൻ്റെ ചൂട് കൊണ്ട് ഇത് മെൽട്ടായിക്കോളും. പിന്നെ നിങ്ങൾക്ക് നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡറും കൂടി ചേർക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ചോക്ലേറ്റിൻ്റെ കാര്യം കൃത്യമായിട്ടൊരളവ് ഞാൻ പറയുന്നില്ല. ഒരു ടേസ്റ്റ് കിട്ടാനും പിന്നെ അതിൻ്റെ കളർ കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചോക്ലേറ്റ് മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമുക്കിത് കട്ട് ചെയ്യേണ്ടത്. ചെക്സ് ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യണം. പിന്നെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, കത്തിയൊന്നും വളഞ്ഞു പോകാതെ സൂക്ഷിച്ച് തന്നെ കട്ട് ചെയ്യാം. പിന്നെ താഴെ വരെ കട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്കത് എടുത്തു മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ആൾട്ടർനേറ്റീവ് പീസ് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പുഡിംഗ് ഏകദേശം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അവസാനം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് മിക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് സെറ്റാവും. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് സ്ലോ മോഷനിൽ ചെയ്തിട്ട് അവസാനം വന്നത് സെറ്റായി പോയി. അത് കുഴപ്പമൊന്നുമില്ല, നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ചോക്ലേറ്റ് പുഡിംഗ് ആയതുകൊണ്ട് പെട്ടെന്ന് സെറ്റാവും. 2 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും. നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ 2 പുഡിങ്ങിൻ്റെയും ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ വൈറ്റ് പുഡിങ്, അടുത്തത് നമ്മുടെ ചോക്ലേറ്റ് പുഡിങ്. ഈ പുഡിങ്ങിൻ്റെ കളർ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഒരു നല്ലൊരു പാർട്ടി പുഡിങ്ങും കൂടിയാണിത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്